എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണ് വറക്കണേന്ന് നിങ്ങൾക്കറിയാമോ? ഇത് കടച്ചക്ക എന്ന് ഞങ്ങൾ പറയും, ചിലവർ ശീമച്ചക്ക എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണേ. പിന്നെ ഇതെൻ്റെ അമ്മ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അമ്മ കഷ്ടപ്പെട്ട് ടെറസിലൊക്കെ കയറി തോട്ടി വെച്ചതാ ശീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക പറിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. കുറേ പരിശ്രമിച്ചു, ചിലതൊന്നും കാണാൻ പറ്റൂലെന്നേ, ഭയങ്കര അങ്ങ് മണ്ടേ കിടക്കുക. എന്നാലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പറിച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോൾ പപ്പേനെ വിളിച്ചു. കാരണം ഏണി വെച്ച് കയറണമെങ്കിൽ ഇച്ചിരി പാടല്ലേന്ന് വിചാരിച്ചിട്ട് അമ്മ പപ്പേനെ വിളിച്ചു. അങ്ങനെ പപ്പയും കൂടെ സഹായിച്ചു. പപ്പയായിട്ട് ഓൾ ഇൻ ഓളായിട്ട് നിന്നത്, ഹെൽപ്പ് ചെയ്തു നന്നായിട്ട്. അങ്ങനെ മണ്ടയിലുണ്ടായിരുന്ന കുറേ ചക്ക അങ്ങനെ പറിച്ചെടുത്തു. ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു, 4 കാണും മണ്ടയിൽ. അപ്പോൾ ഈ ചക്ക വെച്ച് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ അച്ഛനും അമ്മയാട്ടോ ഇതിനെല്ലാം ഓൾ ഇൻ ഓളായിട്ട് നിന്നത്. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, പപ്പയാണെങ്കിൽ തപ്പിക്കൊണ്ടിരിക്കുക ഇനി ഉണ്ടോയെന്ന്. അത് കഴിഞ്ഞ് പപ്പ ഇതിനെയൊക്കെ അരിഞ്ഞങ്ങ് എടുത്തു. ഇത് വെച്ച് നമുക്ക് ചക്ക തോരൻ, അതുപോലെ പുഴുക്ക്, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളിന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടോ എടുത്തേക്കണേ. പപ്പ വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്തത്. അരിഞ്ഞൊക്കെ എടുത്തു. ഇച്ചിരി കട്ടിയുള്ള പീസായിട്ടാണ് എൻ്റെ അപ്പ അരിഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല, നമുക്കത് വറുത്തെടുക്കുമ്പോൾ മുരുമുരാന്ന് കിട്ടി കേട്ടോ, കുഴപ്പമൊന്നുണ്ടായില്ല. അപ്പോൾ അതാ എണ്ണയിലിട്ട് എൻ്റെ പപ്പ അത് ഫ്രൈ ചെയ്തെടുക്കുന്നു, വറുത്തെടുക്കുന്നു. നമ്മൾ ചക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും. ഇത് വെച്ച് എനിക്ക് ഇത് ഇഷ്ടമാണ്, ഇങ്ങനെ ചക്ക ഇങ്ങനെ നമുക്ക് ചക്ക ചിപ്സ് പോലെ, കടച്ചക്ക ചിപ്സ്. പിന്നെ ഇത് കൊണ്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യണം, മുളക് ബജ്ജി പോലെ തന്നെ അതും ട്രൈ ചെയ്യാം. കാബജ്ജിയൊക്കെ ഇല്ലേ അതുപോലെ. പിന്നെ ഉണ്ട് കേട്ടോ, നമുക്ക് പുഴുക്ക് ഉണ്ടാക്കാം, അവിയലുണ്ടാക്കാം. പിന്നെ ഇത് ചിലവർ കപ്പേനെ പോലെ നമ്മളിങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. എന്തായാലും ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ.